ഗർഭധാരണവും പ്രസവവും സന്താന പരിപാലനവും അതിനനുസരിച്ച് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുമാറുള്ള അതിമഹത്തായ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയായ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവരുടെ അന്തിമമായ ലക്ഷ്യം ആഖിറം വിജയിക്കലാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന് പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഗർഭധാരണവും പ്രസവവും ഒക്കെ. അപ്പൊ അത് എന്നോട് കയ്യൂല വിഷമാണെന്ന് പറയുന്നത് ഒരു വെറും കേവല ശാരീരിക ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതിനോട് കിട്ടുന്ന മഹത്തായ നേട്ടം പ്രതിഫലവും മനസ്സിലാക്കുകയാണെങ്കിൽ 75 പ്രസവിച്ചാലും ഒന്നും കൂടി പ്രസവിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോവും. കാരണം ബദറിൽ പങ്കെടുത്ത ഉഹദിൽ പങ്കെടുത്തൊക്കെ ശ്രോതാക്കന്മാര് ഷഹീദായി ചെന്നിട്ട് അള്ളഹാനോട് ആകെ ആഗ്രഹം പ്രകടിപ്പിച്ച എന്താണെന്നറിയോ? ഒന്നും കൂടി ദുന്യാവുക്ക് പോയിട്ട് ഒരു യുദ്ധത്തിലൂടെ പങ്കെടുത്ത് ഒന്നും കൂടി ഷഹീദാകാനുള്ള ഭാഗ്യം കിട്ടണമെന്ന. വേറൊന്നും അവർക്ക് പറയാനില്ല. അത്രയും സ്വർഗത്തിലെത്തിയൊരു രണ്ടാമതും തിരിച്ചു വന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ എത്രയപ്പം അതിന്റെ മഹത്വം. അതേ പ്രതിഫലമാണ് ഈ സ്ത്രീക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ യഹൂദികളെ കൂടെ ആയിന്. നമ്മൾ ഏതും അങ്ങനെയാണല്ലോ, നിരന്തരമായ പ്രചരണത്തിലൂടെ മനുഷ്യരുടെ മനസ്സെന്നെ മാറ്റിയെടുത്തു കഴിഞ്ഞു. ഈ കുടുംബാസൂത്രണം എന്ന പേരിൽ, സന്താന നിയന്ത്രണം എന്ന പേരിലും ഫാമിലി പ്ലാനിങ് എന്ന പേരിലുമൊക്കെ നടത്തിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് നടത്തിയ പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ ഒരു നാണം കെട്ട ഏർപ്പാടാണ് പ്രസവവും ഗർഭധാരണവും എന്നതിലേക്ക് പുരുഷനും സ്ത്രീയും എത്തിപ്പെട്ടു കഴിഞ്ഞു. നമ്മളെ ഈമാൻ തന്നെ എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞതെന്താ? ഫൻകിഹുൽ വലൂദൽ വദൂദ്. ഭർത്താവിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവരും മക്കളെ ധാരാളം പ്രസവിക്കാൻ സാധിക്കുന്നവരുമായ സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന്. ശരിക്കും യഹൂദി സംസ്കാരമാണ്. യഹൂദി സംസ്കാരം മാത്രമല്ല, യഹൂദികൾ ആസൂത്രിതമായി നടത്തിയ ഒരു തട്ടിപ്പാണിത്. മുസ്ലിം ലോകത്തിന്റെ അംഗസംഖ്യ അതിശീഘ്രം വളർന്നു കണ്ടപ്പോൾ ജനസംഖ്യ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ലോകം നേരിട്ട് പട്ടിണി മരണം വ്യാപകമാവും എന്ന് പറഞ്ഞിട്ട് മാൽത്തൂസിന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് ഒരു ജൂത സിദ്ധാന്തമുണ്ട്. അതിലൂടെയാണ് ഈ കുടുംബാസൂത്രണവും മറ്റും പറഞ്ഞ് ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നത്. അതിന് മുഖ്യ ലക്ഷ്യമാക്കിയിരുന്നത് മതവിശ്വാസികളെയാണ്, ഇസ്ലാം മതവിശ്വാസികളെ. അത് 99% അവർ വിജയിച്ചു കഴിഞ്ഞു. 1% ഇനി ബാക്കിയുള്ളൂ. കാരണം മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇന്ന് അധികം പ്രസവിക്കുന്നത് അയ്ബായിട്ട് കാണുകയാണ്. അതൊരു പോരാത്തരായിട്ടാണ് കാണുന്നത്. അതേ സമയത്ത് ഈ ലോകത്ത് അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ മക്കൾ ചെയ്യുന്ന ഇബാദത്തിന് മുഴുവനും കൂലി ഇമ്മാക്കും ബാപ്പാക്കൂല്ലേ? ആ മക്കള് നേരിട്ടല്ല, മക്കളെ മക്കള് ഖിയാമത്ത് നാൾ വരെ ആ പാരമ്പര്യം ഇവിടെ നിലനിന്ന് ആ മക്കൾ ചെയ്യുന്ന എല്ലാ സ്വാലിഹ് അമലിന്റെയും പ്രതിഫലം ഈ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബർക്ക് ഇങ്ങനെ വരും. ഞങ്ങൾ കണക്കൂട്ടി വെക്കുകയാണെങ്കിൽ ഓരോ സെക്കൻഡിലും എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലം ഇങ്ങനെ കിട്ടും മക്കളുണ്ടായാൽ. അതൊക്കെ മറപ്പിച്ച് നമ്മളെ യഥാർത്ഥത്തിൽ മക്കളുണ്ടാകുന്നത് ഒരു ഐബാണ്, ഒരു പോരാത്തരമാണെന്നുള്ള ധാരണ എത്തിയപ്പോഴാണ് വിവരമില്ല, ആരെയും കുറ്റപ്പെടുത്തല്ല, വിവരമില്ലാത്തതിന്റെ പേര് ദീനിന്റെ കാഴ്ചപ്പാടും അതുകൊണ്ട് കിട്ടുന്ന നേട്ടവും അറിയാതെ അബദ്ധത്തിൽ ജൂത സിദ്ധാന്തം നാം തലയിലേറ്റിയതാണ്. അല്ലാഹു തആല നമുക്ക് സന്മനസ് തരുമാറാകട്ടെ. ഇനി ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ അറിയാതെ, അങ്ങനെ സംഭവിച്ചു പോയ സ്ഥിതിക്ക് തൗബ ചെയ്യുക, അതതിന് പരിഹാരം. അതോടുകൂടി എടുത്തു മാറ്റാൻ പറ്റുന്നതും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതുമായ രീതിയിലാണെങ്കിൽ അതുകൂടി ചെയ്യൽ തൗബയുടെ ഷർത്തപ്പെട്ടതാണ്. ഉദാഹരണം, താൽക്കാലിക നിയന്ത്രണങ്ങളാവുന്ന പറ്റേ നശിപ്പിക്കാതെ തൽക്കാലം മക്കൾ ഉണ്ടാകുന്നതിനെ തടയുന്ന നിലക്കുള്ളത് എന്താണ്, അത് എടുത്തു മാറ്റി പഴയ അവസ്ഥ സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്തെങ്കിലേ തൗബ പൂർത്തിയാവും. അതില്ല, സംഭവിച്ചു പോയി. ഉദാഹരണം, പറ്റേ ഗർഭപാത്രം എടുത്തു കളഞ്ഞു. ചില രോഗങ്ങൾ ബാധിച്ചിട്ട് രോഗം ബാധിച്ചിട്ട് ഗർഭപാത്രം എടുത്തു കളയുന്നതിനെ പറ്റിയല്ല പറയുന്നത്, കുട്ടികൾ ഉണ്ടാകരുത് എന്നുള്ള ആൾക്ക്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് പുനഃസ്ഥാപിക്കാൻ നിവൃത്തിയില്ലല്ലോ, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഏതായാലും ഒരു വലിയ ചെറിയതൊന്നുമല്ല, വലിയ ഒരു നഷ്ടമാണ് സംഭവിക്കുക പ്രസവം നിർത്തലിലൂടെ എന്ന് മനസ്സിലാക്കുക. പിന്നെ അള്ളാഹു ആണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ. ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ആരോഗ്യമില്ല എന്ന് അറിയുന്ന അള്ളാഹു അവൾക്ക് ഗർഭം കൊടുക്കൂല. അത് ചിന്തിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ 45 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രസവിക്കലുണ്ടോ? അവളിൽ മുമ്പുണ്ടായിരുന്ന അവയവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ, ഭർത്താവ് അവളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, എന്നാലും അവൾ പ്രസവിക്കുന്നുണ്ട്. കാരണം ഈ ആരോഗ്യസ്ഥിതിയിൽ ഒരു പ്രസവം താങ്ങാനുള്ള ആരോഗ്യാവസ്ഥ ഇല്ല എന്നറിയുന്ന അല്ലാമുൽ ഗുയൂബാവുന്ന റബ്ബ് അവളെ ആ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, പെൻഷൻ കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളാരും ഒന്നും കൃത്രിമം ചെയ്യണ്ട. അല്ലാതെ ഇപ്പൊ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 60 വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ 55 വയസ്സായ സ്ത്രീ അല്ലെങ്കിൽ 50 വയസ്സായ സ്ത്രീ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും അവൾ പ്രസവിക്കുന്നില്ലല്ലോ. കാരണം എന്താ? പ്രസവിക്കാൻ ഇനി അവളോട് കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവളെ മെൻസസ് അല്ലാഹു തആല നിർത്തിവെക്കുകയാണ്. അപ്പം
കഴിയാത്ത അവസ്ഥ വന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നിയന്ത്രിച്ചോളും. ഓക്കെ, വന്നുപോയത് തെറ്റാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹു തആല പുറത്തു തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അള്ളാഹു തആല മാപ്പാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com. ഇപ്പോൾ www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.